നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സ്വഹാബത്ത് വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, മാ ഹാദിഹിൽ അളാഹിയോ യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, എന്താണ് ഈ ഉളഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ, ഒന്നറിയിച്ചു നൽകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കൃത്യമായി പ്രത്യുത്തരം നൽകുകയാണ്. സുന്നത്തു അബീക്കും ഇബ്രാഹീം, നിങ്ങളുടെ വല്യുപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്. ഇത് ശ്രേഷ്ഠമായ അമലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫഖാലൂ ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഈ ഉളഹിയ്യത്ത് അറുത്താൽ ഞങ്ങൾക്കതിലൂടെ എന്താണ് ലഭിക്കുക റസൂലേ, എന്ത് കൂലിയാണ് കിട്ടുക ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബികുല്ലി ശഅറത്തിൻ ഹസനത്തുൻ, അതിലെ ഓരോ രോമകൂപങ്ങൾക്ക് സമാനമായി നന്മയാണ് രേഖപ്പെടുത്തുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ അറക്കുന്നത് ആടാണോ, മാട് വർഗത്തിൽ പെട്ടതാണോ, ഒട്ടകമാണോ, അതിൻ്റെതാകുന്ന ശരീരത്തിലുള്ള രോമകൂപങ്ങൾക്ക് സമാനമായി കോടാനുകോടി രോമങ്ങളാണ്. അതിന് സമാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മ രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല, വലിയ പുണ്യമാണ്. ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കലും ഇതൊക്കെ വലിയ കൂലിയാണ്. ഖാല അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി ലിശ്റാഇൽ ഉളഹിയ ഗഫറല്ലാഹു ദുനൂബഹു. ആരെങ്കിലും ഉളഹിയ്യത്തിന്റെ മൃഗത്തെ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നതായ സമയം മുതൽക്ക് അല്ലാഹു എന്ന പാപങ്ങൾ പൊറുക്കുമേ. അലി റളിയല്ലാഹു അൻഹു. ആരാണ് അലി തങ്ങൾ? അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള വാതിലാണ്, കവാടമാണ് അലി എന്ന് നബിയോനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകന്റെ മരുമകനല്ലേ അലിയാര് തങ്ങൾ ലോകത്തോട് വിളിച്ചോതുകയാണ്, ഉളഹിയ്യത്തിന്റെ ബലിദാനത്തിന് വേണ്ടി കരുതുന്ന മനുഷ്യ, ആ മൃഗത്തെ വാങ്ങാൻ വേണ്ടി നീ കമ്പോളത്തിലേക്ക് പോകുന്ന സമയം മുതൽ അല്ലാഹു പാപം പുറത്തു നൽകുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. തീർന്നില്ല. വമഹാൻഹു അശറു സയ്യിആത്, 10 തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയുകയാണ്. വറഫഅലഹു അശറു ദറജാത്തിൻ, 10 പദവികൾ അല്ലാഹു ഉയർത്തുകയാണ്. വഇദാ തകല്ലമ ഫീ ശിറാഇഹാ, ഉളഹിയ്യത്തിന്റെ ബലിമൃഗത്തിന്റെ വിഷയത്തിൽ കമ്പോളത്തിൽ എത്തിക്കൊണ്ട് അതിന്റെ വില നിലവാരത്തെ കുറിച്ചുള്ള ചർച്ച നീ നടത്തുമ്പോ കാന കലാമുഹു തസ്ബീഹാ, ആ സംസാരം പോലും സുബ്ഹാനല്ലാഹയുടെ ഗണത്തിലേക്ക് രേഖപ്പെടുത്തുമേ എന്ന് അലി റളിയല്ലാഹു അൻഹു. വഇദാ അഖറഖ ദമഹാ, അലി റളിയല്ലാഹു അൻഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ആ മൃഗത്തെ വാങ്ങി കൊണ്ടുവന്ന് പരിചയിച്ച് കൃത്യമായി ഇതിനെ നോക്കി വളർത്തി പരിശുദ്ധമായ ബലി ദിവസത്തിന്റെ ദിവസത്തിൽ അതിനെ കൊണ്ടുവന്ന് ഇടത് ഭാഗത്താക്കി അതിനെ കടത്തി ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലിക്കൊണ്ട് റബ്ബിന്റെ വജിഹിന് വേണ്ടി നീ അറവ് നടത്തുമ്പോ അതിന്റെ കഴുത്തിൽ നിന്ന് താഴേക്ക് നിർഗളിക്കുന്ന രക്തത്തുള്ളികൾക്ക് സമാനമായി ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അശറതൻ മിനൽ മലായിക. അതിന്റെ കഴുത്തിൽ നിന്ന് കത്തിവെക്കുന്ന സമയത്ത് പുറത്തേക്ക് നിർഗളിക്കുന്ന ചോരയുടെ
ചുടുനിണത്തിൻ്റെതാകുന്ന രക്തത്തുള്ളികൾക്ക് സമാനമായി, ഓരോ രക്തത്തുള്ളികൾക്ക് സമാനമായി ഖലഖല്ലാഹു ബികുല്ലി ഖതറത്തിൻ തഖ്തുറു മിൻ ദമിഹാ അശറതൻ മിനൽ മലായിക. 10 മലക്കുകളെ അല്ലാഹു സൃഷ്ടിക്കുമത്രേ. യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ. ഈ അറിവ് നടത്തിയ വ്യക്തി ഇവൻ മരിച്ച മണ്ണോട് ചേർന്നാലും ഖിയാമത്ത് നാൾ വരെ അവൻ്റെതാകുന്ന മൃഗത്തിൻ്റെതാകുന്ന രക്തത്തുള്ളിയാൽ പടക്കപ്പെട്ടിരിക്കുന്നതാകുന്ന മലക്കുകൾ മുഖേനെ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമേ എന്ന്, പാപമോചനത്തിന് തേടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുരുക്കത്തിൽ ചെറിയ കൂലിയല്ല, വലിയ പ്രതിഫലമാണ്. നോക്കൂ നിങ്ങൾ, പാപമോചനം ഉറപ്പാണ്. മാത്രമല്ല, ഈ മൃഗത്തെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ പാപമോചനം. 10 തിന്മകളെ മായിക്കും, 10 നന്മകളെ അല്ലാഹു എഴുതി ചേർക്കും, 10 പദവികൾ ഉയർത്തും. ഈ മൃഗത്തെ ബലിദാനം നടത്തലോടുകൂടി അതിന്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തത്തിൻ്റെതാകുന്ന തുള്ളികൾക്ക് സമാനമായി 10 മലക്കുകളെ പടച്ച് ആ മലക്കുകൾ കോടാനുകൂടി വരുന്ന മലായിക്കത്തുകൾ ഖിയാമത്ത് നാൾ വരെ ഇസ്തിഗ്ഫാർ തേടുമെന്ന് മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു പറയാം. അതിനേക്കാൾ വലിയ കൂലി എന്താ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തി ഈ പുണ്യപ്രവൃത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖറനൈൻ. നബി തങ്ങൾ മനോഹരമാകുന്ന നല്ല 2 ആടിനെ അറുത്തു അത്രേ. കൊമ്പുള്ള ആടാണ്, തടിച്ചു കൊഴുത്ത ആടാണ്. നല്ല 2 ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നല്ല, ഹിജറയുടെ 2-ാം വർഷമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്ത് 2-ാം വർഷമാണ് ഉദ്ഹിയ്യത്ത് എന്ന ഈ ബലിദാനം ഇസ്ലാമികമായി ശറഇൽ വരുന്നത്. അന്ന് മുതൽക്ക് പിന്നീട് മരണം വരെയും വഫാത്ത് വരെയും 10 കൊല്ലം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നു ഉദ്ഹിയ്യത്ത്. എല്ലാ വർഷവും നടത്തി. പെരുന്നാളിന്റെ സുദിനത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നടത്തലാണ് ഏറ്റവും ശ്രേഷ്ഠത. ആ സമയം മുതൽക്ക് അയ്യാമു തശ്രീഖിന്റെ ദിനമാകുന്ന ദുൽഹിജ്ജ 11, 12, 13 മഗ്രിബ് വരെയുള്ള സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയാണ് അറവിന്റെ സമയം. അതിന് മുമ്പും അറവില്ല, അതിനുശേഷം അറത്താലും ഉദ്ഹിയ്യത്തല്ല. ഈ സമയം വരെയുള്ളതാകുന്ന നിയ്യത്ത് വെച്ചുകൊണ്ടുള്ള അറവാണ് ഉദ്ഹിയ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയുടെ പവിത്രമാക്കപ്പെട്ടതാകുന്ന സുദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങൽ പ്രസംഗം നടത്തിയതാകുന്ന ഹജ്ജത്തുൽ വദാ. ജീവിതത്തിൽ ഒരു ഹജ്ജാണ് നബി തങ്ങൾ ചെയ്തത്, 4 ഉംറയാണ് നബി തങ്ങൾ നിഷ്ഠിച്ചത്. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകവുമായിട്ടാണ് വന്നത്. എന്നിട്ട് 63 സ്വന്തം കൈകൊണ്ട് അറുത്തു. ഹദീസുള്ളതാണ്. സാമ്പത്തികമായി കഴിവുള്ള ഒരൊറ്റ മുഅ്മിനും മുഅ്മിനത്തും ഇതിൽ നിന്ന് ഒഴിയരുത്. ഉദ്ഹിയ്യത്ത് അത്ര ശ്രേഷ്ഠമായ കർമ്മമാണ്, ഒഴിയരുത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വനാഇഉൽ മഅറൂഫി തഖീ മസാരിഅസ് സൂഇ വൽ ആഫാത്ത് വഅഹ്ലുൽ മഅറൂഫി ഫിദ്ദുനിയാ അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. ഈ ദുനിയാവിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, ഏതൊരു മുഅ്മിനത്തുണ്ടോ, എല്ലാ വിപത്തുകളെ തൊട്ട് തടുക്കാൻ അത് നിദാനമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് നിനക്ക് തടയിടും ഉദ്ഹിയ്യത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് വന്നു ചേരാനിരിക്കുന്നതാകുന്ന ബലാകൾ, എടങ്ങേറുകൾ, ഹോസ്പിറ്റൽ കേസുകൾ, ലക്ഷങ്ങൾ പൊടിയുന്ന പല രോഗങ്ങളും ഉണ്ടാകാം. എല്ലാ വിപത്തുകളെ തൊട്ട് തടയിടാൻ ഹേതുവാണ് ഉദ്ഹിയ്യത്ത്. മനസ്സിലായിക്കോ? ഖുർആൻ അതിന് സാക്ഷിയല്ലേ. മാത്രമല്ല, എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും ഉദ്ഹിയ്യത്തിലൂടെ. അധികരിച്ച അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ നല്ല വീട്, നല്ല വാഹനം, നല്ല സന്താനങ്ങൾ, മക്കൾ സാലിഹീങ്ങളായി തീരുക, ഖൈറായ ജീവിതം, കൃഷിയിൽ ബറക്കത്തുണ്ടാവുക,
എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നിനക്ക് സമ്മാനിക്കണമെങ്കിൽ, ആ അനുഗ്രഹങ്ങൾ മുഴുവനും എന്നേക്കുമായി നിലനിൽക്കണമെങ്കിൽ ഉളഹിയ്യത്ത് വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും, അനുഗ്രഹങ്ങൾ നിലനിൽക്കും. അതൊക്കെ വലിയ കിട്ടലാണ്. പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, മാറാവ്യാധികൾ, സാമ്പത്തികമായ പരാധീനതകൾ, കഷ്ടയാതനകൾ ഒക്കെ ഇല്ലാതാകും. സ്വനാഇഉൽ മഅറൂഫി തഖി മസാരിഉസ് സൂഇ വൽ ആഫാത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാ ബലാ മുസീബത്തുകളെ തടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വനഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഖുർആനിലെ ഏറ്റവും ചെറിയതാകുന്ന സൂക്തമല്ലേ ആ സൂക്തത്തിന്റെ ഉള്ളടക്കം ഉളഹിയ്യത്താണ്, ഉളഹിയ്യത്താണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയേ, നബിയേ, തങ്ങൾക്ക് നാം ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു. കൗസറിന് പല മഅനകളുണ്ട്. രണ്ടാമത്തൊരു മഅന നബിയെ ഹൗദുൽ കൗസർ മാത്രമല്ല, അധികരിച്ചതായ അനുഗ്രഹങ്ങളുടെ ദാതാവാണ്, അനുഗ്രഹങ്ങൾ നേടിയെടുത്ത വ്യക്തിയാണ്. നുബുവത്ത് തങ്ങൾക്ക് കിട്ടിയില്ലേ? ഖുർആൻ തങ്ങൾക്കല്ലേ അല്ലാഹു ഇറക്കി തന്നത്? ലോകം മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുന്നതായ മഹ്ശറയിൽ പ്രത്യേകമായ ശുപാർശയോടുകൂടി അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്താനുള്ള ശഫാഅത്തുൽ ഉളമ തങ്ങൾക്കല്ലേ ലഭിച്ചത്? അതുകൊണ്ട് നബിയേ, സർവ അനുഗ്രഹങ്ങളും അല്ലാഹു തങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ, അത് നീങ്ങിപ്പോകാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ഹബീബേ. ഇത് ലോകൈക ഗുരുവിന് മാത്രം ഇറക്കിക്കൊടുത്ത ഖുർആനല്ല, ഈ ഖുർആനിന് കടന്നു വരുന്നതാകുന്ന മാനവരാശികൾക്ക് ദർശനമാ. മനുഷ്യ മാനവ, നിന്നെ വഴികാട്ടിയാണ്, കാറ്റലോഗാണ്. ഹൈറായ വീടുള്ളവരല്ലേ, ഹൈറായ ജീവിതമാർഗം അല്ലാഹു അടുപ്പിച്ച് നൽകിയില്ലേ? കാതിന് കേൾവി ശക്തിയുള്ളവരല്ലേ, കൈക്ക് സ്വാധീനമുള്ളവരല്ലേ, കണ്ണിന് കാഴ്ചശക്തിയുള്ളവരല്ലേ, നാവിന് ഫലമുള്ളവരല്ലേ, സംസാര വൈഭവമുള്ളവരല്ലേ, ചലിക്കാനും ഓടാനും ആരോഗ്യം നൽകിയിട്ടുള്ളതായ അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കണേ. ഫസല്ലി ലിറബ്ബിക വൻഹർ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ എപ്പോഴും നിങ്ങൾക്കുണ്ടാവൽ നിർബന്ധമാണ്. ഒന്ന് നിസ്കാരമാണ്, നിസ്കാരമാണ്. പോരാ, വൻഹർ, അറിവ് നടത്തൽ നിർബന്ധമാണ്, നിർബന്ധമാ. വർഷത്തിൽ ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കണേ എന്നും വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം വേണം, അറിവും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.